വ്യാവസായിക അടിസ്ഥാനത്തിൽ UAEയിൽ കൃഷി ചെയ്യുന്ന ഒരു മലയാളിയുടെ കൃഷിത്തോട്ടത്തിലാണ് ഞാനുള്ളത്. ഇന്നത്തെ വീഡിയോ ഈ കൃഷിയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൃഷിയെ നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്ന തൃശ്ശൂർ കുന്നംകുളം സ്വദേശിയായ അഷറഫ് എന്ന മലയാളിയുടെ കൃഷിത്തോട്ടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ചെറുപ്പം മുതലേ കൃഷിയെ സ്നേഹിച്ച ഇദ്ദേഹം UAEയിലെ ബിസിനസ് തിരക്കിനിടയിലും കൃഷിയെ പരിപാലിക്കാൻ കാണിക്കുന്ന ആ മനസ്സിനെ നമ്മൾ എത്ര അനുമോദിച്ചാലും മതിയാകുകയില്ല. വ്യത്യസ്ത കൃഷിരീതികൾ പരീക്ഷിക്കുന്നവരാണ് മലയാളികൾ. പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ ഇങ്ങനെ ഒരു കൃഷിരീതി പരീക്ഷിക്കുക, അത് കൃഷിയോട് അമിതമായി സ്നേഹിക്കുന്നവർക്ക് കഴിയുകയില്ല. നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് പച്ചക്കറി കൃഷിയായിരിക്കും. അതിൽ നിന്നും വ്യത്യസ്തമായ കൃഷിരീതിയാണ് ഇവിടെ ചെയ്യുന്നത്. അറബികൾ കഴിക്കുന്ന സലാഡിന്റെ എല്ലാ ഇലവർഗവും, അതുപോലെ പ്രത്യേകിച്ച് മലയാളികളുടെ ഉച്ചയൂണിന് മാറ്റി നിർത്താൻ പറ്റാത്ത ഇലവർഗങ്ങളും ഇവിടെ സുലഭമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വ്യത്യസ്തമായ 30ഓളം ഇലവർഗങ്ങളാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ചുവന്ന ചീര, പച്ചച്ചീര, പാലക്ക്, വൈറ്റ് മൂളി, റെഡ് മൂളി, അതുപോലെ റുവൈദ്, മിന്റ്, കൊറിയാണ്ടർ, പാർസ്ലി, സെർസോ, കൊൽപ്പ, ജറ്റാർ, സോയ, മെതി, നമ്മൾ അറിയാത്തതും കേൾക്കാത്തതുമായ ഒരുപാട് ഇലവർഗങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് വിളവെടുക്കുമ്പോൾ മറുഭാഗത്ത് വിത്തിടുന്ന രീതിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ സമയത്തും തുടർച്ചയായി ഉൽപാദനം ഇവിടെ ഉണ്ടായിരിക്കും. തരിശായി കിടന്നിരുന്ന ഈ മരുഭൂമിയെ പൊന്നു വിളയിക്കുന്ന മണ്ണാക്കി മാറ്റിയ ഈ കർഷകന് കേരളത്തിൻ്റെ ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അടിക്കുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടിട്ടില്ലേ, ഇവിടെ ഒരു പൈപ്പ് വരുന്നുണ്ട്. ഈ പൈപ്പിൽ അവിടുന്ന് കുഴൽക്കിണറിൻ്റെ വഴി അവിടെ മോട്ടർ അടിക്കുമ്പോൾ
ഇതുപോലത്തെ പൈപ്പ് കൂടെ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഒരു ടീ പോലത്തെ ഇതേപോലത്തെ ഇപ്പോൾ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ടീ. അതേപോലത്തെ സാധനം ഒരു ടീ ഇവിടെ കണക്ട് ചെയ്തിട്ട് ഇവിടെ സ്റ്റോപ്പർ വെച്ചിട്ടുണ്ട്. സ്റ്റോപ്പർ എടുത്തിട്ട് ഈ ടീ ആയി കണക്ട് ചെയ്യണം. അങ്ങനെയാണ് ഇവർ ഈ തോട്ടത്തിൻ്റെ ഫുള്ള് വെള്ളം അടിക്കുന്നത്. भाई ये क्या चीज़ है? ये वाला लाल वाला लाल वाला चीरा हाँ चीरा रेड चौना चीरा है अതാണ് ഓരോ चीज कितना दिन हो गया ये डाल दिया? तकरीबन 15 दिन हो गया। कितने दिन में ये आएगा पूरा कटने को? हाँ एक हफ्ते में पूरा हो जाएगा। टोटली 15 दिन में पूरा हो जाएगा? नहीं महीना हो जाएगा। 1 महीने में पूरा हो जाएगा। कितना बार कट करेगा ये वाटर का मसला है। जब वाटर ज़्यादा आता है कभी कमती है, लेने वाला आता है कभी ज़्यादा है कभी कमती है। हाँ ऐसा है। मार्केट 2-3 बार कट करेगा ना ये? हाँ 3 बार कट करो 7 बार कट करो तुम्हारा मर्जी है। हाँ अच्छा एक बार कट करेगा 1 हफ्ते में हो जाएगा फिर भी? हाँ फिर वो दूसरा नवा लगाएगा। हाँ 1 महीने में 15 दिन में आ जाएगा। ഇപ്പോൾ എന്താ വെച്ചാൽ ഈ ചീര ഒരു മാസത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചീര ഫുള്ള് സെറ്റായി വരും. അപ്പോൾ നമുക്ക് അത് കട്ട് ചെയ്യാനുള്ള രീതിയിൽ ചീര വളർന്നു വരും. അപ്പോൾ അവർ ആവശ്യക്കാർ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് അവർ കൊടുക്കും. പിന്നെ ഒരു 1 വീക്കൊക്കെ ആകുമ്പോഴത്തേന് വീണ്ടും അതേപോലെ അതേ വലിപ്പത്തിൽ തന്നെ വീണ്ടും ഉണ്ടാവും എന്നാണ് പുള്ളി പറയുന്നത്. ये क्या चीज़ है? ये पालक है। इसमें क्या है? ये भी चीरा है ना? ये प्याज है। हाँ अच्छा ये वाला ये चीरा है ना रेडी है? हाँ ये रेडी है। रेडी हो गया? अभी काटने का टाइम हो गया ये? अच्छा ये एरिया में पूरा पालक है? ये इसमें पालक है? ये पालक है तो सरसों है। हाँ नेपाली सरसों। अच्छा इवरिपो इसमें क्या डालेगा? ധനിയ ആ ഇവർ ധനിയാണ് ഇവർ ഇടാൻ പോകുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് അവർ അതിൽ വളം മിക്സ് ചെയ്യുകയാണ്.
ഈ കൃഷിയിടങ്ങളിലേക്ക് വെള്ളമെത്തിക്കുന്ന വേറൊരു രീതിയാണ് ഈ കാണുന്നത്. Hey there. Subscribe to my channel. And also press this bell icon. ഇതിൽ നടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ്. നാട്ടിലൊക്കെ നമ്മൾ പാടത്തില്ലേ, വരമ്പത്തിലൊക്കെ നടക്കില്ലേ, അതേപോലത്തെ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ നിന്ന് അനുഭവപ്പെടുന്നത്. കാരണം നല്ല കാലാവസ്ഥയാണ്, നല്ല തണുപ്പുള്ള കാലാവസ്ഥയും പിന്നെ ഈ പച്ചപ്പും കൂടി ഇങ്ങനെ കാണുമ്പോഴേ വല്ലാത്തൊരു അനുഭൂതിയാണ്. എന്ത് ഭംഗിയിലാണ് നിലനിർത്തിയിരിക്കണമെന്നൊക്കെ, എന്ത് പച്ചപ്പ് എവിടെയെന്ന് അറിയാം. നമുക്ക് നാട്ടിൽ പോയൊരു ഫീലാണ് ഇവിടെ നിന്ന് നമ്മൾ ഇതിങ്ങനെ കാണുമ്പോൾ. ഫുള്ള് ചുറ്റോരം പച്ച കളറിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ, എന്ത് മനോഹരമാണെന്നില്ലേ. നമ്മൾ സൂര്യൻ അവിടെ അസ്തമിക്കാൻ പോകുന്ന സമയമായി. ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ നല്ലൊരു സൺസെറ്റ് ഇവിടെ കിട്ടും. അടിപൊളി ഒരു വൈബ്, അടിപൊളി ഒരു നല്ല ഫീല് നൽകുന്ന ഒരു പ്രദേശമാണിത്. കൃഷിയെ സ്നേഹിക്കുന്നവർക്കും അതിനെ പരിപാലിക്കുന്നവർക്കും ദൈവം നേരിട്ട് അനുഗ്രഹം നൽകുന്നു. കാരണം അവരാണ് നമുക്ക് വേണ്ടിയുള്ള ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വ്യത്യസ്ത വീഡിയോയുമായി ഇനിയും കാണാം. ബൈ.